ഹലോ, ജിനൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബേഴ്സിനെയും അതുപോലെ തന്നെ 4000 വാച്ചവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് നമ്മൾ മോണിറ്റൈസേഷന് കൊടുക്കുകയാണ്. പക്ഷെ നമുക്ക് അവിടെ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് കാണിച്ച് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കാം. ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തതായിരിക്കും എല്ലാവരും. ഞാനും അത് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു ചാനൽ സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് പുതിയത് തുടങ്ങാം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണേ. പലരും വിചാരിക്കുന്നത് ഇങ്ങനെ ഉണ്ടായാൽ ചാനൽ തീർന്നു എന്നാണ്. എന്നാൽ പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ സ്വന്തമായി ചെയ്ത വീഡിയോ ആണെങ്കിൽ കൃത്യമായി ഒരു അപ്പീൽ വീഡിയോ സബ്മിറ്റ് ചെയ്താൽ 14 ദിവസത്തിനുള്ളിൽ നമ്മുടെ മോണിറ്റൈസേഷൻ നമുക്ക് കിട്ടും. എന്താണ് റീയൂസ്ഡ് കണ്ടന്റ്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്നാണ്. മറ്റൊരാളുടെ വീഡിയോയോ ഓഡിയോയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ റീലുകളോ എടുത്ത് വലിയ മാറ്റങ്ങൾ ഒന്നും വരുത്താതെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഇത് തരുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ സ്വന്തമായി വോയിസ് ഓവർ നൽകി ചെയ്ത വീഡിയോകൾക്കും അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റുകൾക്കും യൂട്യൂബിൻ്റെ അൽഗോരിതം തെറ്റായി റീയൂസ്ഡ് കണ്ടന്റ് അടിക്കാറുണ്ട്. ഇതിനാണ് യൂട്യൂബ് നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള അവസരം നൽകുന്നത്. അപ്പീൽ ചെയ്യാൻ നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് മെയിൽ വരുമ്പോൾ താഴെ സ്റ്റാർട്ട് അപ്പീൽ എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പീൽ ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമായും 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, റീയൂസ്ഡ് കണ്ടന്റ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ചാനലിൽ ഒരു വീഡിയോ പോലും ഡിലീറ്റ് ചെയ്യാതിരിക്കാം. രണ്ടാമത്തത്, വീഡിയോകൾ പൂർണ്ണമായും നമ്മളുടെ അധ്വാനമായിരിക്കണം. അത് വോയിസ് ഓവർ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഉണ്ടായിരിക്കണം. അതായത് അപ്പീലിന് കൊടുക്കുന്ന വീഡിയോ. ഒരു പെർഫെക്റ്റ് അപ്പീൽ വീഡിയോ എങ്ങനെ തയ്യാറാക്കാം? അപ്പീൽ ചെയ്യാനായി നമ്മൾ 5 മിനിറ്റിൽ താഴെയുള്ള ഒരു വീഡിയോ അത് അൺലിസ്റ്റഡ് ആയി അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ലിങ്കാണ് നൽകേണ്ടത്. ആ വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ 30 സെക്കൻഡിൽ നമ്മുടെ ചാനലിൻ്റെ പേരും ചാനൽ URL എന്നിവ സ്ക്രീനിൽ കാണിക്കുക. നിങ്ങൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കണം. കാരണം യൂട്യൂബ് ടീം ഇത് റിവ്യൂ ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്. ചാനലിൻ്റെ ലക്ഷ്യം പറയുക. ഇതെൻ്റെ സ്വന്തം ചാനലാണ്, ഞാൻ ഇന്ന വിഷയത്തിലാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുക. നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കണം. അതൊരു സ്ക്രീൻ റെക്കോർഡായിട്ട് എടുക്കാം. നമ്മളിപ്പോൾ ജെമിനി ആപ്പ് വഴിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ VN ആപ്പ് വഴിയാണ്, ക്യാൻവ ആപ്പ് വഴിയാണ്, നമ്മൾ ഏത് മെത്തേഡ് വഴിയാണ് നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സ്ക്രീൻ റെക്കോർഡ് ഉണ്ടായിരിക്കണം. നമ്മൾ ഉപയോഗിച്ച മെറ്റീരിയൽ, അതായത് നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഫ്രീ സ്റ്റോറേജ് ഫൂട്ടേജുകൾ എടുക്കുന്നത് എന്നുള്ളത്, നമ്മളുടെ വീഡിയോസ് എവിടെ നിന്നാണ് എടുക്കുന്നത്, അതിൽ ടൈപ്പ് ചെയ്യുന്ന കണ്ടന്റ് എവിടെ നിന്നാണ് എടുക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് ആ കണ്ടന്റ് കിട്ടുന്നത്, അതൊക്കെ ഉൾപ്പെടുത്തിയതായിരിക്കണം നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് എന്ന് പറയുന്നത്. അവസാനം, ഞാൻ യൂട്യൂബ് പോളിസികൾ എല്ലാം പാലിച്ചിട്ടുണ്ട്, എൻ്റെ അപ്പീൽ സ്വീകരിച്ച് മോണിറ്റൈസേഷൻ തരണമെന്ന് അഭ്യർത്ഥിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇനി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്, നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, സാധാരണക്കാരാണെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ല. നമുക്ക് ChatGPT അതുപോലെ തന്നെ ജെമിനി ആപ്പ് എന്നിങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. ജെമിനി ആപ്പിൽ കയറി നിങ്ങൾ ടൈപ്പ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ മൈക്കിൻ്റെ ഒരു ഐക്കൺ കാണും. ആ മൈക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കറിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ മതി. അതായത്, ഞാൻ മോണിറ്റൈസേഷന് കൊടുത്തു, അത് റീയൂസ്ഡ് കണ്ടന്റിൻ്റെ പേരിൽ റിജക്റ്റായി, എങ്ങനെയാണ് ഞാൻ അപ്പീൽ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജെമിനി കറക്റ്റായി നമുക്ക് പറഞ്ഞു തരും. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിൽ കൊടുക്കേണ്ട വോയിസ് കിട്ടണം, അതും ഇംഗ്ലീഷിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ജെമിനിയുടെ ഹെൽപ്പ് ചോദിക്കാം. ജസ്റ്റ് ജെമിനിയോട് പറഞ്ഞാൽ മതി, എനിക്ക് അപ്പീൽ വീഡിയോയിൽ സംസാരിക്കാനുള്ള ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു
കണ്ടന്റ് എന്ന് ടൈപ്പ് ചെയ്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ജെമിനി തരും. ആ ഒരു ഇതിൽ നമുക്ക് പറയാം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് VN ആപ്പ് അല്ലെങ്കിൽ ക്യാൻവ ആപ്പ് അല്ലെങ്കിൽ ഏത് മെത്തേഡാണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടിയ ടോപ്പിക് വെച്ചിട്ട് VN ആപ്പ് വഴി എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈവ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ പറഞ്ഞാൽ അത് വെച്ചുകൊണ്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ജെമിനി തരുന്നതായിരിക്കും. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഫേസ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സ്ക്രീൻ റെക്കോർഡും കൂടി ഒരു സൈഡിൽ ഷോ ചെയ്തിട്ട് വരേണ്ടതാണ്. ഇനി അപ്പീൽ സബ്മിറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ അൺലിസ്റ്റഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോയിലെ അതായത് ടാബിൽ പോയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് അപ്പിൽ ക്ലിക്ക് ചെയ്ത് ഈ ലിങ്ക് അവിടെ പോസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. സാധാരണയായി 48 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ പരമാവധി 14 ദിവസത്തിനുള്ളിലോ ഇതിന് മറുപടി നൽകാം. നിങ്ങളുടെ കണ്ടന്റ് ഒറിജിനൽ ആണെങ്കിൽ 100% നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും. അപ്പിൽ റിജക്റ്റ് ആയാൽ പോലും പേടിക്കേണ്ടതില്ല. 30 ദിവസത്തിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പീൽ വീഡിയോ തയ്യാറാക്കുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ കിട്ടിയവർ ആരും ഇനി ചടച്ചിരിക്കരുത്. നമുക്ക് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ മണി വരുത്തുക എന്നുള്ളതാണ്. അത് ഷോർട്സ് ആയിട്ടായാലും വീഡിയോസ് ആയിട്ടാണെങ്കിലും നമുക്ക് മണി ഏൺ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. മോണിറ്റൈസേഷൻ കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ ഇത്ര നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.